ഒരു ഗ്രാമത്തിൽ ബവിതാ ദേവി അവരുടെ 2 മകന്മാരുമായി ജീവിച്ചിരുന്നു. മൂത്ത മകൻ ലളിത് സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു. ഇളയ പുത്രൻ മുന്ന ഗ്രാമത്തിൽ അവന്റെ അമ്മയോടും ഭാര്യയോടും ജോലി ചെയ്തിരുന്നു. ലളിത്തിന്റെ ഭാര്യ എപ്പോഴും വീട്ടിലായിരുന്നു. ലളിത് ബൈക്കിലാണ് ജോലിക്ക് പോകുന്നത്. വൈകുന്നേരം ലളിത് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ബൈക്ക് നിർത്തി. പക്ഷെ അവൻ വളരെ ടയേർഡായിരുന്നു. പുറത്തുപോയി വന്നപ്പോ ഞാൻ ആകെ ടയർഡായി. കുറച്ച് വെള്ളം തരൂ കുടിക്കാൻ. ഇതോ കൊണ്ടുവരാം. എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? എത്ര ദൂരത്തിൽ നിന്ന് ഞാൻ വരുന്നെന്നറിയാമോ? ആരാ നിങ്ങളോട് ബൈക്കിൽ പോയിട്ട് വരാൻ പറഞ്ഞത്? ബൈക്കിനെ വിറ്റ് കാറ് വാങ്ങിക്കൂ. ആ ഐഡിയ കൊള്ളാം, പക്ഷേ മുന്നേ അമ്മയെ സമ്മതിക്കില്ല ഇതിന്. മുന്നേക്ക് ഒന്നും അറിയില്ല. അവൻ ഒരു മടയനാണ്. അവൻ തീർച്ചയായും സമ്മതിക്കും. പക്ഷെ അമ്മ സമ്മതിക്കില്ലല്ലോ. അമ്മ സമ്മതിക്കില്ലെങ്കിൽ അതിനർത്ഥം ഇതല്ല. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടിയും ഒരു പഠിക്കാത്ത മടയനോട് ഏൽപ്പിക്കാനാണോ? അതെ, എനിക്ക് വിവരമുള്ളത് കൊണ്ട് ഈ ഒരു കാര്യത്തിന് ഞാൻ തന്നെ വേണം ഒരു ന്യായം കണ്ടുപിടിക്കാനല്ലേ. പിന്നെ എന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാൽ ഉടനെ തന്നെ അത് ചെയ്തു തീർക്കണം. ലളിതും അവന്റെ ഭാര്യയും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. മുന്ന വയലിൽ ജോലി നോക്കുകയായിരുന്നു. അവന്റെ അമ്മയും ഭാര്യയും കൂടെ തന്നെ ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ റോഡിനരികത്തായി ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ ലളിതും അവന്റെ ഭാര്യയും വന്നു. ചേട്ടാ, ഏടത്തി, നിങ്ങളെന്താ ഇന്ന് ഈ വയലില്? ഇവരിവിടെ വരുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായാലും പറയട്ടാ. ഞാൻ നിന്നോട് പെർമിഷൻ വാങ്ങാൻ വേണ്ടി വന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നോടോ? നീ ഇനി പാടത്തൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു കട തുടങ്ങി ബിസിനസ് ചെയ്യാൻ. അപ്പൊ ഈ പാടത്ത് പിന്നെ ആരാ പണിയെടുക്ക? ഇത് വിട്ടിട്ട് ഞാൻ നിനക്കൊരു കട പണിതു തരാം. തീർച്ചയായും പറ്റില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ ഇതിന് സമ്മതിക്കില്ല. അല്ല, ഇത് തടയാൻ വേണ്ടി അമ്മ ആരാ? ചേട്ടാ, അമ്മയുടെ പേരിലല്ലേ ഈ സ്ഥലം ഉള്ളത്? ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാരാണെന്ന് നീ അറിയുകയാണെങ്കിൽ നിന്റെ ഈ കാൽക്കീഴിലുള്ള മണ്ണുണ്ടല്ലോ, അത് നീ മറക്കേണ്ടി വരും. ഇത് അമ്മയുടെ സ്ഥലമാണ്. നന്നായി ശ്രദ്ധിച്ചു കേട്ടോ, ഇത് എനിക്ക് സ്വന്തമാണ്. നീ പുഴയുടെ തീരത്തുള്ള സ്ഥലം എടുത്തോളൂ. നീ നിന്റെ അനിയൻ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഈ ആധാരം അച്ഛന്റെ പെട്ടിന്ന് എനിക്ക് കിട്ടിയത്. ഇല്ല, ഇത് തീർച്ചയായും ഇല്ല. അദ്ദേഹം നിങ്ങൾ 2 പേർക്കും ഇടയിൽ ഇങ്ങനെ വേറുപാട് നോക്കില്ല. അമ്മ, ഇതിനെപ്പറ്റി അമ്മയ്ക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അമ്മയും അച്ഛന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. ഒരു കാര്യം ചെയ്യേ, വേഗം ഇവിടുന്ന് പൊയ്ക്കോ. എന്നിട്ട് പുഴയുടെ തീരത്തുള്ള സ്ഥലം എടുത്തു. ശരി അമ്മേ, ഇനി ഞാൻ വീട് പണിയാനായിട്ട് ഇറങ്ങാം. മുന്ന തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് വീട് കെട്ടാൻ തുടങ്ങി. അവരുടെ അമ്മ മണ്ണടുപ്പ് കൂട്ടി ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 3 പേരും സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. എന്നിട്ട് 3 പേരും കിടന്നുറങ്ങി. എന്നിട്ട് നിലത്ത് വിതയ്ക്കാൻ തുടങ്ങി. അവര് 3 പേരും വളരെ കഠിനമായി അധ്വാനിച്ചു. അവരുടെ തോട്ടത്തിൽ നെല്ലൊക്കെ വിളഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാ. നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടാൻ പോകുന്നു. ഈ പാടം കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം തോന്നുന്നേ. ഇത് നീയും നിന്റെ ഭാര്യയും കഠിനമായി അധ്വാനിച്ചതിന്റെ ഫലമാണ് മോനെ. മറ്റൊരു വശത്ത് ലളിത് തന്റെ വയലൊക്കെ വിറ്റ് കാറ് വാങ്ങി. അവർ 2 പേരും സന്തോഷത്തോടെ ഇരുന്നു. നീ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ. ചതിയും വഞ്ചനയൊക്കെ പഠിക്കണമെങ്കിൽ ഇതാ എന്റെ അടുത്തുനിന്ന് പഠിച്ചു. എനിക്കും എപ്പോൾ എന്തു ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും ആ മനുഷ്യൻ ഒരു മടയൻ തന്നെ. 2 പേരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നു. ഒരു ദിവസം രാത്രി അതിഭയങ്കര മഴ പെയ്തു. അതുകൊണ്ട് ആറ്റിലെ വെള്ളം പെരുക്കെടുത്തോടാൻ തുടങ്ങി. മഴ കുറച്ചും കുറയുന്നത് പോലെ തോന്നിയില്ല. അങ്ങനെ പയ്യെ ആ മഴ വെള്ളപ്പൊക്കമായി മാറാൻ തുടങ്ങി. മുന്നയുടെ വീട് വെള്ളത്തിൽ അടിച്ചുകൊണ്ടുപോയി. വെള്ളത്തിൽ മിതന്നുകൊണ്ടിരുന്നു. രാവിലെ മുന്ന കതക് തുറന്നപ്പോൾ അവരെല്ലാം വെള്ളത്തിലിരിക്കുന്നത് ശ്രദ്ധിച്ചു. അമ്മേ, ഇത് കണ്ടില്ലേ? നോക്ക്. അയ്യോ, നമ്മൾ വെള്ളത്തിൽ മിതന്നുകൊണ്ടിരിക്കുന്നു. അതെ അമ്മേ, നമ്മുടെ വീടിപ്പോ വെള്ളത്തിലാ ഉള്ളത്. ഒരു മുനി വെള്ളത്തിൽ മിതന്നു വന്നുകൊണ്ടിരുന്നു. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഏതോ ഒരു സന്യാസി വെള്ളത്തിൽ നിന്ന് നീന്തി വരുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മളെ രക്ഷിച്ചേ മതിയാകൂ. മുന്ന വെള്ളത്തിൽ ചാടി ആ മുനിയെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വരം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ബാബ? നിന്റെ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വീട് തനിയെ പോയി ഒരു സ്ഥലത്ത് നിൽക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് തന്നെ. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന വീട് അത് ചെന്ന് ചേരേണ്ട സ്ഥലത്ത് തന്നെ ചേർന്നു. മറ്റൊരു സ്ഥലത്ത് ലളിത്തിന്റെ വ്യവസായമൊക്കെ നശിച്ചുപോയി. അവന്റെ കൃഷി മൊത്തം നശിച്ചു. അവൻ തലയിൽ കൈവച്ച് ഇരിപ്പായി. കുറച്ചു സമയത്തിനകം മിതന്നുകൊണ്ടിരുന്ന ആ വീട് ഒരു സ്ഥലത്ത് ചെന്ന് ഇരിപ്പായി. അവിടെ വെള്ളമില്ല. പിന്നെ ആ മുനിയുടെ ഒരു ചെറിയ കുടിൽ അവിടെ ഉണ്ടായിരുന്നു. 3 പേരും ആ മുനിയുടെ പുറകെ അവിടേക്ക് പോയി. മുനിയുടെ കയ്യിൽ ഒരു ചെറിയ കിഴി ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ കയ്യില് ഈ കിഴി തരാൻ പോവാണ്.
നീ നിന്റെ ഒഴുകിപ്പോയ ആ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇതും കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കൂ. ശരി മുനിവരിയ, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. 3 പേരും മുനിക്ക് നന്ദി പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീണ്ടും അവരുടെ വീട് വെള്ളത്തിൽ മിതന്നു വന്നു. എന്നിട്ട് മുന്നയുടെ നിലത്തിനു മുൻപിൽ വന്നു നിന്നു. മോനെ, ഇപ്പോ ആ കിഴി തുറന്നു നോക്കിയേ. ഒരു മിനിറ്റ് അമ്മേ, ഇപ്പൊ തന്നെ നോക്കാം. മുന്ന ആ കിഴി തുറന്നു നോക്കി. അതിൽ ഒരുപാട് വജ്ര കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ, ഇതിൽ മൊത്തം വജ്രങ്ങളാ? അതേ മകനെ, നീ ചെയ്ത നന്മയ്ക്ക് കിട്ടിയ സമ്മാനമാണ്. ദൈവം അവരവർ ചെയ്തതിന്റെ ഫലം തീർച്ചയായും നൽകും. അല്ലമ്മേ, ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വെച്ച് എന്തെങ്കിലും വ്യാപാരം തുടങ്ങും മകനെ. പക്ഷേ നീ അത് ചെയ്യുമ്പോൾ നിന്റെ നേർമ ഒരിക്കലും നഷ്ടപ്പെടരുത്. ശരി അമ്മേ. മുന്ന സ്ഥലം വാങ്ങി ഒരു കാർ ഏജൻസി തുടങ്ങി. എന്നിട്ടൊരു വലിയ വീട് കെട്ടി. എന്നിട്ട് കുടുംബത്തോടെ അതിൽ ജീവിച്ചു. ഒരു ഗ്രാമത്തിൽ ബവിതാ ദേവി അവരുടെ 2 മകന്മാരുമായി ജീവിച്ചിരുന്നു. മൂത്ത മകൻ ലളിത് സിറ്റിയിൽ ജോലി ചെയ്തിരുന്നു. ഇളയ പുത്രൻ മുന്ന ഗ്രാമത്തിൽ അവന്റെ അമ്മയോടും ഭാര്യയോടും ജോലി ചെയ്തിരുന്നു. ലളിത്തിന്റെ ഭാര്യ എപ്പോഴും വീട്ടിലായിരുന്നു. ലളിത് ബൈക്കിലാണ് ജോലിക്ക് പോകുന്നത്. വൈകുന്നേരം ലളിത് വീട്ടിലേക്ക് എത്തി. എന്നിട്ട് ബൈക്ക് നിർത്തി. പക്ഷെ അവൻ വളരെ ടയേർഡായിരുന്നു. പുറത്തുപോയി വന്നപ്പോ ഞാൻ ആകെ ടയർഡായി. കുറച്ച് വെള്ളം തരൂ കുടിക്കാൻ. ഇതോ കൊണ്ടുവരാം. എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? എത്ര ദൂരത്തിൽ നിന്ന് ഞാൻ വരുന്നെന്നറിയാമോ? ആരാ നിങ്ങളോട് ബൈക്കിൽ പോയിട്ട് വരാൻ പറഞ്ഞത്? ബൈക്കിനെ വിറ്റ് കാറ് വാങ്ങിക്കൂ. ആ ഐഡിയ കൊള്ളാം, പക്ഷേ മുന്നേ അമ്മയെ സമ്മതിക്കില്ല ഇതിന്. മുന്നേക്ക് ഒന്നും അറിയില്ല. അവൻ ഒരു മടയനാണ്. അവൻ തീർച്ചയായും സമ്മതിക്കും. പക്ഷെ അമ്മ സമ്മതിക്കില്ലല്ലോ. അമ്മ സമ്മതിക്കില്ലെങ്കിൽ അതിനർത്ഥം ഇതല്ല. നമ്മുടെ എല്ലാ പ്രോപ്പർട്ടിയും ഒരു പഠിക്കാത്ത മടയനോട് ഏൽപ്പിക്കാനാണോ? അതെ, എനിക്ക് വിവരമുള്ളത് കൊണ്ട് ഈ ഒരു കാര്യത്തിന് ഞാൻ തന്നെ വേണം ഒരു ന്യായം കണ്ടുപിടിക്കാനല്ലേ. പിന്നെ എന്തിനാ ഇനിയും വെയിറ്റ് ചെയ്യുന്നത്? ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചാൽ ഉടനെ തന്നെ അത് ചെയ്തു തീർക്കണം. ലളിതും അവന്റെ ഭാര്യയും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. മുന്ന വയലിൽ ജോലി നോക്കുകയായിരുന്നു. അവന്റെ അമ്മയും ഭാര്യയും കൂടെ തന്നെ ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ റോഡിനരികത്തായി ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ ലളിതും അവന്റെ ഭാര്യയും വന്നു. ചേട്ടാ, എടത്തി, നിങ്ങൾ എന്താ ഇന്ന് ഈ വയലില്? ഇവരിവിടെ വരുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തായാലും പറയട്ടാ. ഞാൻ നിന്നോട് പെർമിഷൻ വാങ്ങാൻ വേണ്ടി വന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നോടോ? നീ ഇനി പാടത്തൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു കട തുടങ്ങി ബിസിനസ് ചെയ്യാൻ. അപ്പൊ ഈ പാടത്ത് പിന്നെ ആരാ പണിയെടുക്ക? ഇത് വിറ്റിട്ട് ഞാൻ നിനക്കൊരു കട പണിത് തരാം. തീർച്ചയായും പറ്റില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ ഇതിന് സമ്മതിക്കില്ല. അല്ല, ഇത് തടയാൻ വേണ്ടി അമ്മ ആരാ? ചേട്ടാ, അമ്മയുടെ പേരിലല്ലേ ഈ സ്ഥലം ഉള്ളത്? ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥനാരാണെന്ന് നീ അറിയുകയാണെങ്കിൽ നിന്റെ ഈ കാൽക്കീഴിലുള്ള മണ്ണുണ്ടല്ലോ, അത് നീ മറക്കേണ്ടി വരും. ഇത് അമ്മയുടെ സ്ഥലമാണ്. നന്നായി ശ്രദ്ധിച്ചു കേട്ടോ, ഇത് എനിക്ക് സ്വന്തമാണ്. നീ പുഴയുടെ തീരത്തുള്ള സ്ഥലം എടുത്തോളൂ. നീ നിന്റെ അനിയൻ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യാൻ പാടില്ല. ഞാനായിട്ടൊന്നും ചെയ്തതല്ല. ഈ ആധാരം അച്ഛന്റെ പെട്ടിന്ന് എനിക്ക് കിട്ടിയത്. ഇല്ല, ഇത് തീർച്ചയായും ഇല്ല. അദ്ദേഹം നിങ്ങൾ 2 പേർക്കും ഇടയിൽ ഇങ്ങനെ വേറുപാട് നോക്കില്ല. അമ്മേ, ഇതിനെപ്പറ്റി അമ്മയ്ക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അമ്മയും അച്ഛന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. ഒരു കാര്യം ചെയ്യേ, വേഗം ഇവിടുന്ന് പൊയ്ക്കോ. എന്നിട്ട് പുഴയുടെ തീരത്തുള്ള സ്ഥലം എടുത്തു. ശരി അമ്മേ, ഇനി ഞാൻ വീട് പണിയാനായിട്ട് ഇറങ്ങാം. മുന്ന തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് വീട് കെട്ടാൻ തുടങ്ങി. അവരുടെ അമ്മ മണ്ണടുപ്പ് കൂട്ടി ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 3 പേരും സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. എന്നിട്ട് 3 പേരും കിടന്നുറങ്ങി. എന്നിട്ട് നിലത്ത് വിതയ്ക്കാൻ തുടങ്ങി. അവര് 3 പേരും വളരെ കഠിനമായി അധ്വാനിച്ചു. അവരുടെ തോട്ടത്തിൽ നെല്ലൊക്കെ വിളഞ്ഞു. അമ്മ പറഞ്ഞത് ശരിയാ. നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടാൻ പോകുന്നു. ഈ പാടം കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം തോന്നുന്നേ. ഇത് നീയും നിന്റെ ഭാര്യയും കഠിനമായി അധ്വാനിച്ചതിന്റെ ഫലമാണ് മോനെ. മറ്റൊരു വശത്ത് ലളിത് തന്റെ വയലൊക്കെ വിറ്റ് കാറ് വാങ്ങി. അവർ 2 പേരും സന്തോഷത്തോടെ ഇരുന്നു. നീ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ. ചതിയും വഞ്ചനയൊക്കെ പഠിക്കണമെങ്കിൽ ഇതാ എന്റെ അടുത്തുനിന്ന് പഠിച്ചു. എനിക്കും എപ്പോൾ എന്തു ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. എങ്കിലും ആ മനുഷ്യൻ ഒരു മടയൻ തന്നെ. 2 പേരും അങ്ങനെ സംസാരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നു. ഒരു ദിവസം രാത്രി അതിഭയങ്കര മഴ പെയ്തു. അതുകൊണ്ട് ആറ്റിലെ വെള്ളം പെരുക്കെടുത്തോടാൻ തുടങ്ങി. മഴ കുറച്ചും കുറയുന്നത് പോലെ തോന്നിയില്ല. അങ്ങനെ പയ്യെ ആ മഴ വെള്ളപ്പൊക്കമായി മാറാൻ തുടങ്ങി. മുന്നയുടെ വീട് വെള്ളത്തിൽ അടിച്ചുകൊണ്ടുപോയി. വെള്ളത്തിൽ മിതന്നുകൊണ്ടിരുന്നു. രാവിലെ മുന്ന കതക് തുറന്നപ്പോൾ അവരെല്ലാം വെള്ളത്തിലിരിക്കുന്നത് ശ്രദ്ധിച്ചു. അമ്മേ, ഇത് കണ്ടില്ലേ? നോക്ക്. അയ്യോ, നമ്മൾ വെള്ളത്തിൽ മിതന്നുകൊണ്ടിരിക്കുന്നു. അതെ അമ്മേ, നമ്മുടെ വീടിപ്പോ വെള്ളത്തിലാ ഉള്ളത്. ഒരു മുനി വെള്ളത്തിൽ മിതന്നു വന്നുകൊണ്ടിരുന്നു.
രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. ഏതോ ഒരു സന്യാസി വെള്ളത്തിൽ നിന്ന് നീന്തി വരുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മളെ രക്ഷിച്ചേ മതിയാകൂ. മുന്ന വെള്ളത്തിൽ ചാടി ആ മുനിയെ രക്ഷിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. നീ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിനക്കൊരു വരം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ബാബ? നിന്റെ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വീട് തനിയെ പോയി ഒരു സ്ഥലത്ത് നിൽക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് തന്നെ. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന വീട് അത് ചെന്ന് ചേരേണ്ട സ്ഥലത്ത് തന്നെ ചേർന്നു. മറ്റൊരു സ്ഥലത്ത് ലളിത്തിന്റെ വ്യവസായമൊക്കെ നശിച്ചുപോയി. അവന്റെ കൃഷി മൊത്തം നശിച്ചു. അവൻ തലയിൽ കൈവച്ച് ഇരിപ്പായി. കുറച്ചു സമയത്തിനകം മിതന്നുകൊണ്ടിരുന്ന ആ വീട് ഒരു സ്ഥലത്ത് ചെന്ന് ഇരിപ്പായി. അവിടെ വെള്ളമില്ല. പിന്നെ ആ മുനിയുടെ ഒരു ചെറിയ കുടിൽ അവിടെ ഉണ്ടായിരുന്നു. 3 പേരും ആ മുനിയുടെ പുറകെ അവിടേക്ക് പോയി. മുനിയുടെ കയ്യിൽ ഒരു ചെറിയ കിഴി ഉണ്ടായിരുന്നു. ഞാൻ നിന്റെ കയ്യില് ഈ കിഴി തരാൻ പോവാണ്. നീ നിന്റെ ഒഴുകിപ്പോയ ആ വീട്ടിലേക്ക് പോയിക്കോളൂ. ഇതും കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കൂ. ശരി മുനിവരിയ, ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. 3 പേരും മുനിക്ക് നന്ദി പറഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വീണ്ടും അവരുടെ വീട് വെള്ളത്തിൽ മിതന്നു വന്നു. എന്നിട്ട് മുന്നയുടെ നിലത്തിനു മുൻപിൽ വന്നു നിന്നു. മോനെ, ഇപ്പോ ആ കിഴി തുറന്നു നോക്കിയേ. ഒരു മിനിറ്റ് അമ്മേ, ഇപ്പൊ തന്നെ നോക്കാം. മുന്ന ആ കിഴി തുറന്നു നോക്കി. അതിൽ ഒരുപാട് വജ്ര കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അമ്മ, ഇതിൽ മൊത്തം വജ്രങ്ങളാ? അതേ മകനെ, നീ ചെയ്ത നന്മയ്ക്ക് കിട്ടിയ സമ്മാനമാണ്. ദൈവം അവരവർ ചെയ്തതിന്റെ ഫലം തീർച്ചയായും നൽകും. അല്ലമ്മേ, ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് വെച്ച് എന്തെങ്കിലും വ്യാപാരം തുടങ്ങും മകനെ. പക്ഷേ നീ അത് ചെയ്യുമ്പോൾ നിന്റെ നേർമ ഒരിക്കലും നഷ്ടപ്പെടരുത്. ശരി അമ്മേ. മുന്ന സ്ഥലം വാങ്ങി ഒരു കാർ ഏജൻസി തുടങ്ങി. എന്നിട്ടൊരു വലിയ വീട് കെട്ടി. എന്നിട്ട് കുടുംബത്തോടെ അതിൽ ജീവിച്ചു.